ഒരു കളിസ്ഥലത്തിനായി കണ്ണൂർ മയ്യിലെ തായംപൊയിൽ ഗ്രാമം ഒരുമിച്ചൊരു സദ്യ കൊണ്ടു. ഒരു കല്യാണ തലേന്നത്തെ ഒരു വൈബായിരുന്നു ശരിക്കും കഴിഞ്ഞ ദിവസം രാത്രി തായംപൊയിലിന്. പാട്ടും മേളവും ഒക്കെയായി സദ്യ ഒരുക്കാൻ നാടങ്ങുണർന്നു. 60 ലക്ഷം രൂപ ചെലവ് വരുന്ന കളിസ്ഥലം നിർമ്മിക്കാനായി ഫണ്ട് കണ്ടെത്തുകയായിരുന്നു പ്രധാന ലക്ഷ്യം. ഭക്ഷണം കഴിച്ച് സംഗീതം ആസ്വദിച്ച് മാത്രമേ മുഹമ്മദ് ഷഹീദാണ് നമ്മുടെ കൂടെയുള്ളത്. ഷഹീദ്, കുറെ കുട്ടികളുണ്ടാകും, അവർക്കൊക്കെ വലിയ രീതിയിൽ സ്വപ്നങ്ങളുണ്ടാകും ഒരു വലിയൊരു കായിക താരമാകണം എന്നുള്ളത്. അത് നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഉയർന്നു വരണം. അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ, സജ്ജീകരണങ്ങൾ ഒരു സമൂഹം തന്നെ ഒരുക്കി കൊടുക്കുന്നു എന്ന് പറയുന്നതിലും വലിയ കാര്യമൊന്നുമില്ല. അവിടെയാണ് ഈ നാട് മാതൃകയാകുന്നത്. സദ്യ ഉണ്ട് കഴിഞ്ഞിട്ട് എന്തുണ്ടായി? പൂജ, കണ്ണൂർ തയ്യംപൊയിൽ എന്ന ഗ്രാമമാണ്, മയ്യിൽ പഞ്ചായത്തിലെ ആ ഗ്രാമമാണ് ഈ രീതിയിലുള്ളൊരു സദ്യ നടത്തി അതിലൂടെ ലഭിക്കുന്ന വരുമാനം അവിടെ ഒരു കളിസ്ഥലത്തിന് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി ഒരു ഉപാധിയായി കണ്ടെത്തിയത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമായിരുന്നു. അതായത് ക്ഷണക്കത്തടിക്കുന്നു, അതിനുവേണ്ടി ആളുകളെ ക്ഷണിക്കാൻ പോകുന്നു, സദ്യവട്ടം ഒരുക്കാൻ വേണ്ടിയുള്ള പച്ചക്കറികൾ ശേഖരിക്കാൻ വേണ്ടി ആ ഗ്രാമം ഒന്നാകെ ജനങ്ങളുടെ കൂട്ടായ്മയോടുകൂടി കഴിഞ്ഞ ഒരാഴ്ചക്കാലം അവർ ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനമായിരുന്നു. ഏകദേശം 60 ലക്ഷം രൂപ ചെലവ് വരുന്ന അതാണ് ഈ കളിസ്ഥലം. അതായത് വെറും ഒരു കളിസ്ഥലം മാത്രമല്ല, അവർക്ക് വാക്കിംഗ് സ്പേസ്, അതുപോലെ തന്നെ ഒരു ഓപ്പൺ ജിം ഉൾപ്പെടെയുള്ള വിപുലമായൊരു പദ്ധതിയാണ്. അതിനുവേണ്ടിയാണ് ഈ അവിടെയുള്ള സഫ്തർ ഹാഷ്മി ഗ്രന്ഥാലയം അത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത്. ആ പരിപാടിയാണ് കഴിഞ്ഞ ദിവസം നടന്നത്. വലിയ ജനകീയ പങ്കാളിത്തോടുകൂടിയുള്ള ഒരു പരിപാടിയായിരുന്നു അത്. ഏകദേശം 27 സെന്റ് ഭൂമി അവർ വില കൊടുത്ത് വാങ്ങിയതാണ്. ഇനി അതിനുവേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടത്തേണ്ടതുണ്ട്. കളിസ്ഥലം നമുക്കറിയാം, നമ്മുടെ പുതിയ കാലത്ത് നമ്മൾ മുൻകാലങ്ങളിലൊക്കെ ഒഴിഞ്ഞ സ്ഥലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ കുട്ടികൾ കളിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു, വികസനം നടന്നു, അങ്ങനെ ഒഴിഞ്ഞ സ്ഥലങ്ങളൊന്നും ഇല്ലാതായി. ഉള്ള സ്ഥലങ്ങൾ തന്നെ ആളുകൾ വലിയ മതിൽ കെട്ടി തിരിച്ച് അവിടെ ആളുകൾ കുട്ടികൾക്ക് പ്രവേശനം നിഷേധിക്കുന്നു. അങ്ങനെ കളിസ്ഥലം ഇല്ലാതാകുന്നത് നമ്മുടെ നാടിൻ്റെ തന്നെ കുട്ടികളുടെ കൗമാരപ്രായത്തിൽ അവർ പല വഴിക്കും പോകുന്നത് ഒഴിവാക്കാനൊക്കെ, കുട്ടികളെ കൂടുതൽ കായികമായി ഒക്കെ വളർത്താനും അവരെ മറ്റ് തെറ്റായ വഴിയിലേക്ക് പോകുന്നത് തടയാനുമൊക്കെ കളിസ്ഥലത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം അവിടെയുള്ള ആളുകൾ തിരിച്ചറിഞ്ഞു. അതിനുവേണ്ടി വലിയ ഒരു പങ്കാളിത്തത്തോടുകൂടി വലിയ വിപുലമായ ഒരു സദ്യ ഒരുക്കി. അതിലൂടെ കിട്ടുന്ന വരുമാനം, ആ സദ്യ പഴയ ഒരു കുറിക്കല്യാണത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലായിരുന്നു. സദ്യയിലേക്ക് വരുന്നു, സദ്യ കഴിച്ച് പോവുകയല്ല, മറിച്ച് അതിനുവേണ്ടിയുള്ള പണം ആളുകൾ, കളിസ്ഥലത്തിനാളെ പണം ആളുകൾ അവിടെ നൽകി തിരിച്ചു പോകും. വലിയൊരു തുക ആളുകൾ കഴിയാവുന്ന സംഭാവനകളെല്ലാം നൽകി അർപ്പിച്ചാണ് ആളുകൾ മടങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഒരു നാട് പുതിയ മാർഗം, തങ്ങളുടെ കളിസ്ഥലത്തിന് വേണ്ടി പുതിയ പല വഴികളും കണ്ടെത്തിയ മാർഗം, അത് മാതൃകയായ കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഷഹീദ് പറഞ്ഞതുപോലെ തന്നെ കായിക സംസ്കാരം വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ തന്നെ ഉത്തരവാദിത്തമാണ്. എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി നിങ്ങൾ സംഘടിപ്പിച്ചു, അത് വിജയകരമായി തന്നെ മുന്നിലേക്ക് പോകട്ടെ, നിങ്ങൾ വിചാരിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്.